എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമ്മോട് പറയാണ്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുക. അവന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമ്മോട് പറയാണ്, യാ അയ്യുഹന്നാസു ദുഖുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർള് ലാ ഇലാഹ ഇല്ലാ ഹു فأنا تؤفكون. അല്ലാഹുവേ, പടച്ച റബ്ബേ, അവിടുന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാണ്, യാ അയ്യുഹന്നാസു ദുഖുറൂ നിഅമത്തല്ലാഹി അലൈക്കും. ഏ മനുഷ്യരേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങളൊന്ന് ഓർക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹ് നമുക്ക് ഒരുപാട് ആരോഗ്യം തന്നില്ലേ, ഒരുപാട് സമ്പത്ത് തന്നില്ലേ, ഒരുപാട് സമ്പത്ത് തന്നല്ലോ റബ്ബേ. നല്ല വീടും നല്ല വാഹനവും നല്ല സൗന്ദര്യവും നല്ല സൗകര്യവും ഇതെല്ലാം പടച്ച റബ്ബ് നമുക്ക് തന്നല്ലോ. നമ്മുടെ കണ്ണിന്റെ കാഴ്ചയൊന്ന് എടുത്തു നോക്ക്, നമ്മുടെ ചെവിയുടെ കേൾവിയൊന്ന് എടുത്തു നോക്ക് റബ്ബേ. ഇന്ന് കണ്ണ് കാണാത്ത ആളുകളെ കണ്ടിട്ടില്ലേ വാപ്പാ? ഇന്ന് നമ്മൾ ടൗണിലൂടെ കടന്നു പോകുമ്പോ, ഇന്ന് നമ്മുടെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ ചെവി കേൾക്കാത്ത ആളുകളുണ്ടല്ലോ. എത്ര നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്കത് തിരിച്ചു ചോദിക്കുകയാണ്, എന്തേ പറഞ്ഞത് പ്രയാസമല്ലേ ഉമ്മ? അല്ലാഹുവേ, കണ്ണ് കാണാതെ റോഡിലൂടെ അലയുന്നുണ്ടല്ലോ, കണ്ണ് കാണാതെ റോഡിലൂടെ അലയുന്ന എത്ര ആളുകളാണ് എന്റെ പ്രിയമുള്ളവരെ. അല്ലാ, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ ഉമ്മ. അല്ലാ, നമ്മൾ സാധാരണ പറയാറുണ്ട്, കണ്ണുണ്ടെങ്കിൽ അതിന്റെ വിലയറിയില്ല, ആ കണ്ണിന്റെ കാഴ്ച എങ്ങ് നഷ്ടപ്പെടുന്നല്ലോ, അപ്പോഴാണ് നമുക്കതിന്റെ വിലയറിയുന്നത്, അല്ലാ അല്ലാ. ഈ അനുഗ്രഹങ്ങളെ എല്ലാം ഓർക്കണേ. എന്നിട്ട് അവിടെ നല്ല ചോദിക്കുകയാ, അല്ല നമ്മോട് ചോദിക്കുകയാ, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർള്. ഈ കാണുന്ന ആകാശഭൂമിയുണ്ടല്ലോ, ഈ ആകാശഭൂമിയിൽ നിന്ന് നിനക്ക് ഭക്ഷണം തരുന്നതാരാ? അത് അല്ലാഹല്ലേ, ഏകനായ പടച്ച റബ്ബല്ലേ. ആ പടച്ച റബ്ബല്ലേ നിങ്ങൾക്ക് ആഹാരം തരുന്നത്, നിനക്ക് സൗകര്യങ്ങൾ തരുന്നത്. അല്ലാ അല്ലാ, അല്ലാതെ ആരുണ്ടടാ? ലാ ഇലാഹ ഇല്ലാഹു. ആ ആരാധിക്കാൻ പറ്റുന്നവനാരാ? ഏറ്റവും വലിയ ഇലാഹാരാ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്, അത് അല്ലാഹ് തന്നെയല്ലേ. ഫഅന്നാ തുഫകൂൻ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വഴിപിഴച്ചു പോകുന്നത്? ആ പടച്ചറബിനെ മനസ്സിലാക്കണേ ഉമ്മ, ആ പടച്ചറബിനെ മനസ്സിലാക്കണേ ചെറുപ്പക്കാരാ. ആ പടച്ചറബിന് വേണ്ടിയിട്ട് അല്ലാഹുവേ 5 സമയത്ത് നമസ്കരിക്കാൻ, 5 വഖത്ത് നമസ്കരിക്കാൻ നമ്മളെ മടി കാണിക്കരുത്. 5 വഖത്ത് സമയത്ത് നമ്മൾ നമസ്കരിക്കാൻ മടി കാണിക്കരുത്, നമ്മൾ അലസത കാണിക്കരുത്. റബ്ബേ, നമ്മുടെ വീട്ടിലെ കല്യാണമാണ്, സൽക്കാരമാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, വീട്ടിൽ ഒരുപാട് പ്രോഗ്രാമാണ്, നമ്മുടെ ജോലി തിരക്കാണ്, നമുക്ക് സമയമില്ല, നമുക്ക് പഠനങ്ങളാണ്. എന്നിട്ട് ഇതിന്റെയൊക്കെ പേര് പറഞ്ഞിട്ട് നമസ്കാരം ഖളാ ആക്കുന്ന ഉമ്മ, നമസ്കാരം ഖളാ ആക്കുന്നവരെ വേണ്ട ഉമ്മ. അല്ലാഹുവേ, നീ ഞങ്ങൾ അത്തരക്കാരിൽ പെടുത്തല്ലേ അല്ലാ. ഇങ്ങനത്തെ നിസ്സാര കാരണങ്ങളെ കൊണ്ട് അല്ലാഹുവേ നമസ്കാരത്തെ പിന്തിപ്പിക്കുന്ന ആളുകൾ, നമസ്കാരത്തെ ഒഴിവാക്കുന്നവരെ ഒരിക്കലും വേണ്ട. ആ പടച്ച റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, ഈ അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ ആ അല്ലാഹുവിന്റെ ഹൃദയത്തിൽ
നിന്ന് കളയാൻ നമ്മളെ കൊണ്ട് കഴിയോ? അതുകൊണ്ട് പടച്ച റബ്ബിനെ നിഷേധിക്കല്ലേ. എല്ലാം തന്നെ, എല്ലാ സ്നേഹവും തന്നെ, എല്ലാം കൊണ്ടും നമ്മളെ പരിപാലിക്കുന്ന പടച്ച റബ്ബ് എല്ലാ സുഖവും സൗന്ദര്യവും സൗകര്യവും ആരോഗ്യവും എല്ലാം തന്നിട്ട് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കാൻ അനുവാദം തന്നിട്ട് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കി റബ്ബേ അവന്റെ അന്നം തിന്നുകൊണ്ട് നടക്കുന്ന നമ്മള് ആ അല്ലാഹനെ മറക്കല്ലേ, ആ അല്ലാഹനെ വെറുക്കല്ലേ, പടച്ച റബ്ബിന്റെ നിഷേധിക്കല്ലേ, അല്ലാഹന്റെ അനുഗ്രഹത്തെ നിഷേധിക്കല്ലേ. അവൻ തരുന്നത്, അവൻ പറയുന്നത്, അവൻ നമ്മെ പഠിപ്പിക്കുന്നത്, അവൻ നമ്മോട് കൽപ്പിച്ചത് ഒന്നും നിഷേധിക്കല്ലേ ചെറുപ്പക്കാരാ. ഇന്നലെ സൗദി അറേബ്യയിലേക്ക് കടന്നു പോയത് കൊണ്ട് റബ്ബേ അവിടുത്തെ പെരുമാറ്റം കൊണ്ട്, അവിടുത്തെ ശീലങ്ങളെ കൊണ്ട് ഇന്ന് മൗലിദ് വേണ്ട, ഖുർആന് വേണ്ട. റബ്ബേ ആരെയോ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോ ആരോ എന്തൊക്കെയോ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് അല്ലാ, അല്ലെങ്കിൽ എറണാകുളത്തേക്കൊന്ന് പോയതാ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്കൊന്ന് യാത്ര പോയതാ. ഒരുത്തൻ ചോദിച്ചു ഈ അല്ലാ ഉണ്ടോ എന്ന് ചോദിച്ചു. ആരൊറ്റ ചോദ്യം കൊണ്ട് ഹൃദയത്തിൽ നിന്ന് ഈമാൻ കളഞ്ഞുപോയ എത്ര ആളുകളാണ്. ഏതെങ്കിലും ഒരുത്തന് ചോദിക്കാം അല്ലാ ഉണ്ടോടാ, അല്ലാ ഉണ്ടോടാ, നിന്റെ മതം ഇങ്ങനെയാണോടാ എന്ന് ചോദിക്കുമ്പോഴേക്ക് പടച്ച റബ്ബേ ഹൃദയത്തിൽ നിന്ന് ഈമാനിനെ വലിച്ചെറിഞ്ഞ എത്രയോ ആളുകളാ. എന്നിട്ട് അല്ലാഹനെ കുറ്റം പറഞ്ഞിട്ട് നടക്കുകയാ, അല്ലാഹനെ തെറി പറഞ്ഞിട്ട് നടക്കുകയാ. എടാ നിനക്കൊക്കെ അല്ലാഹ് സുഖം തരും, നിനക്കൊക്കെ അല്ലാഹ് സൗഖ്യങ്ങൾ തരും, നിനക്കെല്ലാം അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും പടച്ച റബ്ബ് ദുനിയാവിൽ തരും. പക്ഷേ അവസാനം നിന്നെ പിടിക്കുന്ന ഒരു രംഗമുണ്ട് മോനെ, നിന്നെ പിടിക്കുന്ന ഒരു അവസരമുണ്ടടാ. ആ സമയത്ത് പതറാൻ നമ്മളെ കൊണ്ട് കഴിയൂല, നമുക്ക് അനങ്ങാൻ കഴിയൂല. അന്ന് നമുക്ക് ഓർമ്മ വരുമല്ലോ റബ്ബേ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് എത്രയോ ആളുകൾ മൈക്ക് കെട്ടി പറഞ്ഞതാണല്ലോ, എത്രയോ ഉസ്താദന്മാര് വാഴ്ന്നു പറഞ്ഞതാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാം പറഞ്ഞിട്ടും ഇതെല്ലാം കേട്ടിട്ടും എന്റെ ഹൃദയത്തിൽ വിശ്വാസം വന്നില്ല. അല്ലാ, എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയല്ലോ. അല്ലാ, എന്നെ ഒന്ന് മടക്കുമോ? അല്ലാ, എനിക്കൊന്ന് അവസരം തരുമോ? അല്ലാ, വീണ്ടും എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കിയാൽ, വീണ്ടും എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കിയാൽ അല്ലാഹുവേ ഞാൻ അനുഗ്രഹങ്ങൾ ചെയ്യാം, ഞാൻ നമസ്കരിക്കാം, ഞാൻ നിന്നിൽ വിശ്വസിക്കാം, ഞാൻ നോമ്പെടുക്കാം, സ്വതക്ക കൊടുക്കാം, സക്കാത്ത് കൊടുക്കാം, നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഞാൻ ചെയ്യുമല്ലോ. അല്ലാ, അതുകൊണ്ട് എന്നെ കടത്തിവിടണേ, എനിക്കൊരവസരം തരണേ എന്ന് കെഞ്ചുന്ന സമയം വരുമല്ലോ ഉമ്മ. അതുകൊണ്ട് അല്ലാഹനെ മനസ്സിലാക്കണേ, ആ പടച്ച റബ്ബിനെ നിഷേധിക്കല്ലേ, അല്ലാഹനെ വെറുക്കല്ലേ. മറ്റുള്ളവന്റെ വാക്ക് കേട്ടിട്ട്, മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് കേട്ടിട്ട് ഊരിയെറിയാനുള്ള ഈമാനാണ് നമ്മുടെ ഹൃദയത്തിലെങ്കിൽ, ഊരിയെറിയാനാണ് നമ്മുടെ ഹൃദയത്തിലെ ഈമാൻ അത്രത്തോളം ശക്തിയുള്ളൂ എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, കത്തിയാളുന്ന നരകമുണ്ടല്ലോ, അല്ലാഹ് കത്തിയാളുന്ന നരകത്തിന്റെ അടിത്തട്ടിൽ നമുക്ക് സീറ്റ് ഉറപ്പാണ്, സീറ്റ് ഉറപ്പാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവർ, ഇന്ന് ചില ആളുകൾ അങ്ങനെയാണ്. എവിടേക്കെങ്കിലും യാത്ര ചെയ്യാം, എവിടേക്കെങ്കിലും യാത്ര ചെയ്യുമ്പോ ട്രെയിനിൽ നിന്ന് കണ്ടു, ബസ്സിൽ നിന്ന് കണ്ടു, പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ ദീനിനെ കളങ്കപ്പെടുത്തുന്ന ആളുകൾ. എന്റെ പ്രിയമുള്ളവർ, എവിടെയാടാ ഈമാന്, എവിടെയാടാ ഈമാൻ? അങ്ങനത്തെ വാക്കുകളൊന്നും കേൾക്കണ്ട, അതൊന്നും പറയരുത്, കേൾക്കരുത്. അവിടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടൊന്നും പടച്ചോനെ ഇതാണ് ശരി എന്ന് മനസ്സിലാക്കി പോകുന്ന എത്ര എത്ര ആളുകൾ. അല്ലാഹുവേ നീ ഞങ്ങൾക്കൊരു ബോധം കൊണ്ട് റബ്ബേ, അല്ലാഹുവേ നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ
അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ നന്മ കണ്ടെത്തി അല്ലാഹനെ മനസ്സിലാക്കി നമ്മൾ നിസ്കരിക്കും അല്ലെ. എപ്പോഴാണ് നമ്മൾ നമസ്കരിക്കുക? നമുക്ക് സമയം കിട്ടുമ്പോ അല്ലെ. നമുക്ക് സമയം കിട്ടുമ്പോ, നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴാണ് നമ്മൾ നമസ്കരിക്കുക. എടാ, നമസ്കാരം എന്ന് പറഞ്ഞ നമുക്ക് ഒഴിവുണ്ടാകുമ്പോ, സമയം കിട്ടുമ്പോ നമസ്കരിക്കാനുള്ളതല്ല. എപ്പോഴാണോ നമുക്ക് ഒഴിവുണ്ടാകുന്നത് അപ്പൊ നമസ്കരിക്കാനുള്ളതല്ല. നമസ്കാരം എന്ന് പറഞ്ഞ എന്റെ പ്രിയമുള്ളവരെ സമയം ഉണ്ടാക്കണം. നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമസ്കാരം എന്ന് പറയുന്നത്. നമുക്ക് സമയം ഉണ്ടാവുമ്പോ നമ്മൾ പായെടുത്തിട്ട് തലകുത്തി മറിയലല്ല. ജോലി തിരക്കിനിടയിലും, നമ്മുടെ പഠനത്തിനിടയിലും, നമ്മുടെ എല്ലാ കാര്യത്തിനിടയിലും, നമ്മുടെ വീടിന്റെ ഫംഗ്ഷന്റെ ഇടയിലും നമസ്കരിക്കാനുള്ള ഒരു ബോധം, ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അവിടെയാണടാ നമ്മുടെ ഈമാൻ. മനസ്സിലാക്കി. നമ്മൾ കടയിൽ വർക്ക് ചെയ്യുന്നവരാ, അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാ, എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് ബാങ്ക് വിളിക്കുമ്പോ അവിടുന്ന് ജോലിയെ മാറ്റിവെച്ചിട്ട് നമസ്കാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇറങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മളാണ് യഥാർത്ഥ വിജയി. മനസ്സിലാക്കണം. നമ്മളാണ് യഥാർത്ഥ വിജയി. നമുക്ക് അപ്പം മനസ്സിലാക്കുക നമുക്ക് ഈമാനുണ്ട്. ഇത് നീ തുടരുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം നിനക്ക് ഈമാനുണ്ട്. നമസ്കാരത്തിന്റെ സമയമായിട്ട് എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഒരു ബേജാർ, വല്ലാത്തൊരു ഭാരം. അല്ലാഹുവേ, എന്തോ വലിയ ബാധ്യത വീട്ടാനുണ്ടല്ലോ, പടച്ചോനെ ഞാൻ നമസ്കരിച്ചിട്ടില്ലല്ലോ എന്നൊരു തോന്നൽ നമ്മുടെ ഹൃദയത്തിലുണ്ടോ? അതുണ്ടെങ്കിൽ നിനക്ക് ഈമാനുണ്ട്. അത് തോന്നുന്നില്ല. ബാങ്ക് അങ്ങനെ വിളിക്കുന്നുണ്ട്, പടച്ചോനെ ഇന്നേ വരെ നമുക്കത് തോന്നിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ, നിന്റെ ഹൃദയത്തിൽ ഈമാനില്ല. അല്ലാഹുവിനെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്.